ദുരന്ത നിവാരണത്തിലെ പന്നിത്തരങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാം. പ്രയാസപ്പെടുന്ന മനുഷ്യർ, അവരെ പുനരുജ്ജീവിപ്പിക്കാൻ, അവനെ പുനരധിവസിപ്പിക്കാൻ, അവർക്കൊരു ജീവിതം നൽകാൻ, അവർക്കൊരു സ്വപ്നം നൽകാൻ ഒരുപാട് മനുഷ്യർ പാടുപെടുമ്പോഴാണ് അതിൻ്റെ ഇടയിലേക്ക് പന്നി കടന്നു വരുന്നത്. തെറ്റിദ്ധരിക്കരുത്, ഞാൻ മനുഷ്യരെ ആരെയല്ല ഉദ്ദേശിച്ചത്, പന്നിയെ തന്നെയാണ്. എനിക്കൊട്ടും മനസ്സിലാകാത്തൊരു കാര്യം, എന്ത് പ്രസക്തിയാണ് അത്തരം വിവാദങ്ങൾക്കുള്ളത് എന്നുള്ളതാണ്. DYFI എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ യുവജന പ്രസ്ഥാനമാണ്. അവർ എവിടെയോ പന്നിയിറച്ചി ചലഞ്ച് വെക്കുന്നു. അത് അവരുടെ ഇഷ്ടം, അവർ വെച്ചോട്ടെ. അവർ വെച്ച് മനുഷ്യരുടെ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി തുക സമാഹരിക്കാനാണല്ലോ അവർ വെക്കുന്നത്. പിന്നെ വെക്കണോ വെക്കാതിരിക്കണോ എന്നുള്ളതിൻ്റെ ഒരു ഔചിത്യ ഭാഗം വേണമെങ്കിൽ ആർക്കെങ്കിലും ഉപദേശ രൂപേണ അതൊക്കെ വേണോടാ എന്ന് ചോദിക്കുന്നത് പോലെ ചോദിക്കാമെന്നുള്ളതിനപ്പുറത്ത് അതിൻ്റെ മേൽ വലിയ ഫത്വയും പന്നിയിറച്ചിയെ ഒരു വലിയ വിഷയമാക്കിയും ചർച്ച ചെയ്യുക എന്ന് പറയുന്നത് വളരെ വളരെ മോശമാണെന്ന് മാത്രമല്ല, യഥാർത്ഥമായി ഇവരുടെ ആവശ്യങ്ങളിൽ നിന്ന് വെറുതെ ഇനി ഇതുവരെ വന്നിട്ടില്ലാത്ത, ആരും പുറത്തു പറയാത്ത വർഗീയത എന്ന് പറയുന്ന ഒരു സംഗതി കൂടി ഈ വയനാട് ദുരന്തത്തിലേക്ക് വലിച്ചിഴയ്ക്കുന്നതിന് വേണ്ടിയാണ് ഈ വിവരദോഷികൾ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്തും അഭിപ്രായം പറഞ്ഞു അതിനെ വഷളാക്കുന്നത്. ഇവിടെ പന്നിയിറച്ചി കഴിക്കരുതെന്ന് മുസ്ലിങ്ങളോടെ പറഞ്ഞിട്ടുള്ളൂ എന്ന് വിചാരിച്ച് ഇത് പന്നിയിറച്ചി എങ്ങും വിൽക്കരുതെന്നും വിൽക്കുന്നവരെയൊക്കെ കൊല്ലണമെന്നും പന്നി പ്രപഞ്ചത്തിൽ കാണാൻ പാടില്ലെന്നൊന്നും ഇസ്ലാം മതത്തിലില്ല. അതിൽ വിശ്വസിക്കുന്നവർക്ക് വിശ്വസിക്കാം, അത് വാങ്ങിച്ച് കഴിക്കേണ്ടവർക്ക് കഴിക്കാം, അത് വെച്ച് കാശ് കൊടുക്കേണ്ടവർക്ക് കാശ് കൊടുക്കാം എന്ന് മാത്രമല്ല, അതൊക്കെ കണ്ടാൽ മാത്രം തുറക്കപ്പെടുന്ന ചില പെട്ടികളോ പോക്കറ്റോ ഉണ്ടെങ്കിൽ അവരെ നിന്ന് എന്തെങ്കിലും വാങ്ങിക്കട്ടെന്ന്, അല്ലാതെ അത് വരില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അത് വാങ്ങിച്ചുകൊണ്ട് കൊടുക്കുമ്പോഴത്തേക്ക് നമ്മുടെ നാസർ ഫൈസി കൂടത്തായി ഒക്കെ അതിൻ്റെ സൂക്ഷ്മതയുടെ തലനാഴിരെ കീറി മുറിച്ച്, എൻ്റെ ഉസ്താദെ ഇതിൽ വല്ല കാര്യമുണ്ടോ? എത്രയോ പള്ളികൾ പണിയുന്നിടത്ത് സ്വർണം കടത്തുന്നവർ കാശ് കൊടുക്കുന്നു, മോട്ടിക്കുന്നവർ കാശ് കൊടുക്കുന്നു, റിയൽ എസ്റ്റേറ്റിൽ പറ്റിക്കുന്നവർ കാശ് കൊടുക്കുന്നു. പിന്നെ ഈ മക്ബറയിലും ജാറങ്ങളിലും ഒക്കെ ആരുടെയൊക്കെ കാശാണ് വരുന്നതെന്ന് വല്ല കാര്യമുണ്ടോ? ഇനി ചിലപ്പോൾ 100 പന്നിയെ നല്ല വിലയ്ക്ക് വിൽക്കണേ എന്നുള്ള നെയ്യത്തിൽ കച്ചവടം നടത്തുന്ന ആരെങ്കിലും കാശ് കൊണ്ടിട്ടാൽ അത് വേണ്ടാന്ന് അവിടെ എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ? അപ്പോൾ എന്തിനാണ് ഈ കോപ്രായമൊക്കെ? പന്നിയുടെ വഴിക്ക് പോട്ടെ, മനുഷ്യനെ സഹായിക്കാൻ നോക്ക് മനുഷ്യരെ.